പുഴു. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് എ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ സാധാരണ ഇൻഫ്ലുവൻസേഴ്സൊക്കെ എണീറ്റ് വരുന്നതല്ല കേട്ടോ. ഞാൻ നോർമലായിട്ട് എങ്ങനെയാണോ എണീക്കുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റി ആദ്യം നമ്മൾ പറമ്പിലേക്ക് നോക്കി. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ടല്ലോ ഇവിടെ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് പോവാണ്. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം ആദ്യം ഫുഡ് വേണമല്ലോ, അത് മുഖ്യമാണല്ലോ. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ നല്ല പൂ പോലത്തെ ദോശയും ചട്നിയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇനി നേരെ മുറ്റത്തേക്ക് പോവാണ്. അവിടെ രണ്ടുപേരും നമ്മളെ കാത്തിരിപ്പുണ്ട്. ഞാൻ രാത്രിയാണ് എത്തിയത്, അപ്പോൾ രാവിലെ അവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ നേരെ തുറന്നു. സുപ്രഭാതം പൊട്ടി വിടർന്ന് 10 മണിയായപ്പോൾ കേട്ടോ. ഞാൻ 10 മണിയാകുമ്പോഴാണ് എണീക്കുന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ വെയിലൊക്കെ ഉറച്ചു തുടങ്ങിയിട്ടുണ്ട്. സൈപ്രസ് മരങ്ങളൊക്കെ എന്നെ നോക്കി നിൽക്കുകയാണ്. നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനെ ആദ്യത്തെ നമ്മുടെ ആളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ലിയോമോന് രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഭയങ്കര റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്താണ് ചെല്ലുന്നത് കേട്ടോ. ഏതാടി നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുച്ഛമായിരുന്നു. പിന്നെ ചെന്ന് ചൊറിഞ്ഞൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. കള്ളൻ വഴി ആരെയും വിടത്തില്ല. കൂടൊക്കെ ഇങ്ങോട്ട് മാറ്റി പിന്നെ ഭയങ്കര ബഹളമാണ്. സ്റ്റിഗിയമ്മ അതുപോലെ തന്നെയാണ് കേട്ടോ. ഉറങ്ങാൻ വേണ്ടി തുടങ്ങിയേക്കുക. അപ്പോഴാണ് ഞാൻ ചെന്നത്. അപ്പോൾ സ്റ്റിഗിയമ്മയ്ക്ക് തല ഇങ്ങനെ മാന്തി കൊടുത്തത് ലിയോമോന് ഇഷ്ടപ്പെട്ടില്ല. അവനോടെ കിടന്ന് മാന്തോണ്ട് ഇങ്ങോട്ട് വാടി എൻ്റെ തല ചൊറിയും, എനിക്ക് എവിടെ എങ്ങാണ്ടൊക്കെ ചൊറിയുന്നു, നല്ല കടി. അങ്ങനെ അവനും കുറേ നേരം ചൊറിഞ്ഞ് കൊടുത്ത്. എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റെല്ലാം അടിപൊളി പൂവായിട്ട് ഇരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഈ ഒരു ഭാഗത്തോട് മുഴുവൻ ചെടിയൊക്കെ വെച്ച് കേട്ടോ. ഈ ചെടി ഞാൻ ഓഫീസിൽ വെച്ചിട്ടുണ്ട് ടേബിളിൽ. പിന്നെ അങ്ങോട്ട് ഫുള്ള് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം അമ്മച്ചിയുടെ പണിയാണ് കേട്ടോ. പക്ഷെ കാടൊന്നും പറിക്കാൻ ആരെയും കിട്ടത്തില്ല. അച്ചടക്കൊക്കെ പറിക്കാറുണ്ട്, പാവം കിട്ടും. അങ്ങനെ ഞാനിടയ്ക്ക് ഒന്ന് കുറച്ച് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഷോ ഒക്കെ കാണിക്കാറുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ വേലിച്ചീര. ഇത് ഞാൻ നട്ടതാണേ. എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇത് ഞാൻ പണ്ട് നട്ടതാണേ. ചേമ്പ്, നമ്മുടെ നാടൻ ചേമ്പ്, ഇലച്ചേമ്പ്. ഒരിടയ്ക്ക് ഞാൻ ഇതിൻ്റെ കുറേ തൈ അവിടുന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴയ ഐറ്റം ആന്തോറി. എല്ലാ ചെടിയുടെ അടുത്തൂടെ പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. രാവിലെ തന്നെ അതിൻ്റെ കമ്പൊക്കെ കുറേ പഴയത് നിൽപ്പുണ്ട്, അതെല്ലാം ഒടിച്ച് കളയണേ. അങ്ങനെ പുതിയ പൂവ്. എൻ്റെ കളർ എങ്ങനെയുണ്ട് ചേച്ചി നോക്കിയിട്ട് പറയാൻ പറഞ്ഞ് നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ വള്ളിച്ചെടിയുടെ അടുത്തും കുറ്റിച്ചെടിയുടെ അടുത്തും കള്ളിമുൾ ചെടിയുടെ അടുത്തും ഒക്കെ പോയിട്ടുണ്ട്. മാവേലും പ്ലാവേലും തെങ്ങയിലും ഒക്കെ നോക്കി കുറേ നേരം അങ്ങനെ പോകും. 1 മാസം കൂടിയാണല്ലോ വീട്ടിലോട്ട് വരുന്നത്. പിന്നെ നമ്മുടെ പഴയ ഹൈഡ്രാഞ്ചിയ പുതിയ പൂ ഇട്ടിട്ടുണ്ട്. ഈ ഹൈഡ്രാഞ്ചിയ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ദീപു കേട്ടോ. അവൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. ഇതിൻ്റെ റോസ് കളർ കിട്ടണം നോക്കിയിട്ട് ഇതുവരെ കിട്ടിയില്ല. പിന്നെ അതേ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ബോഗൻവില്ല അച്ചയ്ക്കിന് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ അത് വെട്ടിക്കളയണം എന്നൊരു തോന്നൽ. അങ്ങനെ എൻ്റെ ഗാർഡൻ ഇപ്പോൾ ഇവിടെ മുരടിച്ച് നിൽക്കുവാണേ. ഇനി നന്നായിട്ടൊന്ന് റെഡിയായി വരണം. എല്ലാം ട്രിം ചെയ്ത് വിട്ടേക്കുവാണ് കേട്ടോ. അങ്ങനെ ആന പോലെ വളർന്നെന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെട്ടിക്കളയാറുണ്ട്. അപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടു, തിരിഞ്ഞു നോക്കിയേ, പാമ്പാന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് കോഴിവാലം എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയൊരു കമ്പ് കിട്ടിയതാണ്. ഇതിൻ്റെ ഇല ഇങ്ങനെ ഒടിക്കുമ്പം ഞൊട്ടേന്ന് സൗണ്ട് കേൾക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പണ്ട് ഇതുപോലെ വീട് മാറിയ സമയത്ത് ഇവിടെ കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ ആന പോലെ വളർന്നിട്ടുണ്ട്. പിന്നെ മുറ്റത്തിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി വീടിൻ്റെ വഴിയിലൊക്കെ ഇറങ്ങിയെന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ചു കേട്ടോ. സൈപ്രസ് നല്ല വെയിലൊക്കെ കൊണ്ടു. ബൈ ദ ബൈ സൺസ്ക്രീൻ തേക്കാൻ മറന്നുപോയി. പിന്നെ വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം നിന്നു. ഇനി നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. സൈപ്രസ് ഒക്കെ ട്രിം ചെയ്ത് വിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ കുടം പോലെ നിൽക്കുന്നത്. പിന്നെ നേരെ നമ്മൾ ടൗണിലോട്ടൊന്ന് പോയിട്ടുണ്ട്. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ്. പിന്നെ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒന്നൊരു കഞ്ഞിക്കലം മേടിക്കണം ഗൈസ്, എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കലത്തിൻ്റെ കടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ വരുന്ന ഒരു അലുമിനിയം കലം സ്റ്റീൽ കലമൊക്കെ ഉള്ള ഒരു കടയാണ്. എനിക്ക് കഞ്ഞി വെക്കാൻ കലമില്ല, കുഞ്ഞ് കലമാണ് കേട്ടോ. ഹോസ്റ്റലിൽ ഞാൻ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് അന്ന അലുമിനിയത്തിൻ്റെ ഒരു കുഞ്ഞു കലം കേട്ടോ, കുഞ്ഞു കലം. പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് നമ്മളൊന്ന് ബ്യൂട്ടി പാർലർ വരെ ഒന്ന് സുന്ദരിയേക്കാം. ഒന്നുമല്ല കേട്ടോ, ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇല്ലാത്ത പുരിയൊക്കെ ത്രെഡ് ചെയ്ത് വന്നു. ഇതാണ് കേട്ടോ കട്ടപ്പന സ്റ്റാൻഡ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ മേടിച്ച സാധനമൊക്കെ കൊണ്ട് അവിടെ താത്തു വെച്ചു. ഇനി ചോറിനാണ് ഭയങ്കര വിശപ്പ്. മീൻകറിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബസ്മതി അരി
ഡയറ്റാണ് ഞാനതാണ് കഴിക്കുന്നത് കേട്ടോ. അതിനകത്ത് കഴിച്ചു. വേഗം 4 മണിയായി. ചായ പിന്നെ ഒരു 2 വീറ്റ് ബ്രെഡ്. ഇതാണ് കേട്ടോ വൈകിട്ടത്തെ 4 മണിയുടെ ഭക്ഷണം. അച്ഛൻ എന്തോ പണി സാധനമൊക്കെ കൊണ്ടുപോയി ആരോ കൊടുത്തതൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പുറത്തെ വീട് പണിയുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് പണി സാധനം പിന്നെ വെള്ളമൊക്കെ ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ പാത്രമൊക്കെ തിരിച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് അതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഉച്ചയായതും വൈകിട്ടായതും അറിഞ്ഞില്ല. വേഗം വീഡിയോസ് അങ്ങ് എടുത്തെടുത്തങ്ങ് പോയി. പിന്നെ ഞാൻ ചായ കുടിക്കുന്ന വന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞതും വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗുമ്മിന് വേണ്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീറ്റ് ബ്രെഡ് കുത്തിക്കയറ്റുന്ന വിധമാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഏലത്തിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം നിന്നു. ചെടികളുടെയൊക്കെ അടുത്തൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തോന്നാറുണ്ട്. ഒരു ജക്കാർത്ത കുറച്ച് ചെവി വെക്കാൻ വേണ്ടി നോക്കി. ചെമ്പരത്തിപ്പൂവാണ് നല്ലതെന്നാണ് ഇത് കാണുന്നവരുടെ മനസ്സിൽ തോന്നുന്നത്, എന്നെ അറിയുന്നവർ. പിന്നെ ഇതുപോലെ ചായയൊക്കെ കുടിച്ചിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട്. വൈകിട്ടും ഇതുപോലെ നടക്കാറുണ്ട്, ഉച്ചയ്ക്ക് ഇതുപോലെ നടക്കാറുണ്ട്. അപ്പം ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറുപ്പിരാട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ട് ചെയ്യല്ലേ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അല്ലേ അറിയത്തുള്ളൂ എൻ്റെ വീഡിയോ നല്ലതാണോ അല്ലയോ എന്നൊക്കെ. അപ്പം ഞാനങ്ങ് വിചാരിക്കും നല്ലതാണ് ഏത്. പിന്നെ അകത്ത് കുറച്ച് പരിപാടിയുണ്ട്, ഞാനതൊക്കെ കഴിഞ്ഞു. തൂത്ത് വാരണം കേട്ടോ. അപ്പോൾ സന്ധ്യ ആവാറായതുകൊണ്ട് തൂത്ത് വാരണം. ഫുള്ള് തൂത്ത് വാരി. അച്ഛ വേറെ തിണ്ണ തൂത്തുവാരാൻ വേറെ ചൂലുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അകമൊക്കെ തൂത്തുവാരി. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് നമ്മുടെ പറമ്പിൽ മാങ്ങ എല്ലാം വീണ് കിടക്കുവാണ്, അത് പെറുക്കണം എന്ന് പറഞ്ഞു. പിന്നൊരു കൊട്ടയം വട്ടിയൊക്കെ പോയപ്പോഴാണ് നിങ്ങൾ വീഡിയോയിൽ ആദ്യം കണ്ട ആ കാര്യം സംഭവിച്ചത്. ഗൈസ് ശ്രദ്ധിച്ച് കാണുക. ഞാനിങ്ങനെ ആടിപ്പാടി പോവാണ്. നോക്കുമ്പോൾ അവിടെ പുഴു ഉണ്ടായിരുന്നു. അയ്യോ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ കമ്പിളിപ്പുഴു എന്നൊക്കെ ഇവിടെ പറയും കേട്ടോ, ഓമപ്പുഴു. അയ്യോ ഈ കാച്ചിലിൻ്റെയൊക്കെ ഇല കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സീബ്ര പുഴുവാണ് കേട്ടോ. സത്യം പറഞ്ഞത് ഇതെൻ്റെ എക്സ്പ്രഷനാണ്. ഏത് പുഴുവിനെ എവിടെ വെച്ച് കണ്ടാലും ഇതാണ് എക്സ്പ്രഷൻ കേട്ടോ. ഇനി മനസ്സിലാകാത്തവർക്ക് പുഴുവിനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, പുഴുവിനെ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. അച്ഛ അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്ത് ഇതാണ് സാധനം എൻ്റെ ഗൈസ്. എനിക്ക് ഇതിന് എന്ത് പേടിയാണോ, ഇതൊന്നും ചെയ്യുമൊന്നുമില്ലായിരിക്കും. പക്ഷേ ഇതിൻ്റെ രോമമുള്ളതിനും രോമം ഇല്ലാത്തതിനെയൊക്കെ എനിക്ക് ഒരുപോലെ പേടിയാണ്. ഞാൻ ആ വഴിക്ക് പോയില്ല. ഞാൻ ഇപ്പുറത്തെ വഴിയെ പോയിട്ട് മാങ്ങ പെറുക്കുവാണ്. 2 മാവുണ്ട് കേട്ടോ. ഒരെണ്ണം ചെറിയ മാങ്ങ, ഇത് കണ്ടോ, ഇത് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന മാങ്ങമാണ്. പക്ഷെ ഭയങ്കര പുളിയാണ്, അതാ ഒരു കുഴപ്പം. കഴിച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ പുളിക്കും. അതുകൊണ്ട് കറി വെക്കാനൊക്കെ കൊള്ളത്തുള്ളൂ കേട്ടോ. പിന്നെ അച്ഛയുടെ സ്വന്തം ചെടികളും കപ്പളമൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. എനിക്ക് ആ പുഴുവുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ മേല. അവിടെയാണെങ്കിൽ പാഷൻ ഫ്രൂട്ട് മൊത്തം വീണ് കിടക്കുക. അത് പെറുക്കാൻ പറഞ്ഞപ്പോൾ കണ്ട എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം ഗൈസ്. ഞാൻ അധികം അങ്ങനെ ആരുടെയും ഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണ് എൻ്റേതായ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ വലിയ കുട്ടയുമായി വന്നു. അതിലേക്ക് നമ്മളുടെ പറമ്പിൽ നിന്ന് വീണ് കിട്ടുന്ന ആ പാഷൻ ഫ്രൂട്ട് മുഴുവനും പെറുക്കിയിട്ടെത്ത്. ഇത് നമ്മളിനി എന്ത് ചെയ്യണം എന്നറിയില്ല. അതുവഴി പോയി എടുക്കാനും പറ്റത്തില്ല, പേടിയാണ്. പുഴു ഇനി ഉണ്ടെങ്കിലോ എന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഗൈസ്. അതിനിടയ്ക്ക് ഒരാവശ്യമില്ലാതെ ആ വാഴയുടെ ഇല കിടന്ന് അനങ്ങുന്നത് എന്തിനാണാവോ എന്തോ. അങ്ങനെ പന്നിയൂർ 1 കൊടിയുടെയൊക്കെ ഇടയ്ക്കൂടെ ഞാൻ മാവിനെ മേളിലേക്ക് നോക്കി. ഒരാവശ്യമില്ല, വെറുതെ ഉണ്ടാക്കി കിടക്കുവാണേ, ഒരു ഗുണമില്ല. എല്ലാം താഴെ പോയി വെറുതെ പോവാണ്. മാങ്ങ ഒന്നിനും കൊള്ളത്തില്ല. ഇത് പിന്നെയും കുഴപ്പമില്ല, കറി വെക്കാനൊക്കെ എടുക്കാം കേട്ടോ. പിറ്റേ ദിവസം കറി വെച്ചായിരുന്നു. അങ്ങനെ വേണ്ട ഈ മാങ്ങയാണോ ഒന്നിനും കൊള്ളത്തില്ലത്, വേഗം ചീഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അച്ഛ പാഷൻ ഫ്രൂട്ട് പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാങ്ങ പിടിച്ചു. പിന്നെ വേറൊരു സംഭവമുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടെ മുഴുവനും ചീരയും പച്ചമുളകും വെച്ചിട്ടുണ്ട്. ഈ ചീരയാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ പറിച്ച് കെട്ടി ചുമന്ന് കൊണ്ടുപോയിട്ട് തോരൻ വെച്ച് എൻ്റെ കൂട്ടുകാർക്കെല്ലാം വിതരണം നടത്തുന്നത് കേട്ടോ. അത് ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ചീരത്തോരൻ കൊണ്ടുവന്ന് നോക്കി കുറേ ആൾക്കാർ ഇരിക്കാറുണ്ട് ഓഫീസിൽ, അവരെയൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ പച്ചമുളകാണ്, ഞാനാണ് നട്ടത് കേട്ടോ. അത് അതിൽ നിന്ന് അവിടെയും കൊണ്ട് കിടന്നൊരു പാത്രം എടുത്തിട്ട് അച്ഛൻ പച്ചമുളകെല്ലാം പറിച്ചെടുക്കുവാണ്. മൂത്ത് വരുന്നതനുസരിച്ച് നമ്മൾ പറിച്ചെടുക്കും, ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകും. ഇതാണ് കേട്ടോ ഈ പുഴു വസിക്കുന്ന ഇല. എൻ്റെ അമ്മച്ചി കാച്ചിലിൻ്റെ ഇലയാണേ. ഓഫ്, അതിൻ്റെ ആ വഴുവഴുപ്പ് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പുഴുവാണ് ഗൈസ്. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് പച്ചമുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. പഴയ എൻ്റെ ഒരു ചെടിച്ചട്ടിയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം തൂക്കിക്കൊണ്ട് വരുവാണ്. അങ്ങോട്ട് പോയപ്പോൾ കാർക്കൂവി വന്നെങ്കിലും തിരിച്ചിത്ര സാധനമൊക്കെ കിട്ടി, ഓർഗാനിക് സാധനം. നമുക്കിനി ഈ പാഷൻ ഫ്രൂട്ട് എല്ലാം ഒന്ന് അതിനകത്തൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ്. പെറുക്കി കെട്ടി കൊച്ചിക്ക് പോകുമ്പോൾ എല്ലാം കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ അടുത്തൂങ്ങി പോകുന്നത് കേട്ടോ.
അങ്ങനെ അച്ഛനാണ് എൻ്റെ ക്യാമറാമാനോൻ. അങ്ങനെ ഇതെല്ലാം കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലിയോമോനെയൊക്കെ അഴിക്കുക കേട്ടോ. എൻ്റെ അമ്മയെ മാങ്ങാടെ മണം വന്നിട്ടാന്ന് തോന്നുന്നു. സ്നിഫർ ഡോഗ് ചാടുന്നുണ്ട് കിടന്ന്. അങ്ങനെ രണ്ടുപേരെ ഇറക്കി വിട്ടു. ഇവർക്ക് ഇറക്കി വിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര കുരുത്തക്കേടാണ്. ചെടിച്ചട്ടിയൊക്കെ മറിച്ചിടും, മുറ്റത്ത് വന്ന് മുല്ലി വെക്കും. അങ്ങനെ പല പല കുരുത്തക്കേടുകൾ കണ്ടോ ഗൈസ്. അവിടെ തന്നെ അവനും മുള്ളണം. അതാണ് അവരുടെ ശീലം. പിന്നെ ഇവിടെ ഇതിലെല്ലാം വെള്ളം ഒഴിച്ചത് കഴുകിയൊക്കെ വിടും. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇത് കാണുന്നവർ വിചാരിക്കും ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ പട്ടി മുള്ളി. അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നേരം ഓടി പന്തൊക്കെ കളിച്ചു, തിരിച്ച് കയറി. ഇനി സൂംബ ടൈം. സൂംബയൊക്കെ ചെയ്തു. നമുക്കിന്ന് വീട്ടിലായതുകൊണ്ട് ജിമ്മിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സൂംബയൊക്കെ ചെയ്തു, പ്രാർത്ഥിച്ചു. കുറച്ച് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി ഗൈസ്. അങ്ങനെ ദേ കുളിച്ച് സുന്ദരിയായി. ഇനി നമുക്ക് കഴിക്കണം. ചായ. ഇനി ചായ പൊട്ടുകടലയൊക്കെ ഇട്ട് ചായ, വിത്തൗട്ട് ചായ. പിന്നെ അടുക്കളയിൽ ഞാനും അച്ഛയും അമ്മയും കൂടെ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അടുക്കളയിൽ പണിയെടുക്കുന്നതാണ് കേട്ടോ. എല്ലാം അലങ്കോലമായിട്ട് എടുക്കണം. ഇതെല്ലാം വൃത്തിയാക്കി ലാസ്റ്റ് ഫുഡൊക്കെ റെഡി. ഉണക്കപ്പയാണ്, ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, മീൻ വറുത്തുണ്ട്. ഇതെല്ലാം കൂടെ വൈകിട്ട് കഴിയുന്നത്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു നടപ്പുണ്ട്. വൈകിട്ടും രാവിലെ ഉച്ചയ്ക്ക് എല്ലാം ഉണ്ട്. എനിക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഷോ. നമ്മൾ കഴിച്ചതൊക്കെ രാത്രി കിടന്ന് ഗ്യാസായിട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ നടക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന്. പണ്ടേ നടക്കാറുണ്ട്. എന്നും വെച്ച് എനിക്ക് ഭയങ്കര ആരോഗ്യം ഉണ്ടെന്നല്ല. അങ്ങനെ ദേ ചന്ദ്രനൊക്കെ വന്നു. ഇനി നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ സൈപ്രസ് മരങ്ങളോട് യാത്രയും പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് ഈ വീഡിയോയിൽ ഉള്ളതും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.